പാകിസ്ഥാനോട് ഇനി ക്ഷമിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ഇനി ക്ഷമിച്ച് മിണ്ടാതെ ഇരിക്കാൻ കഴിയില്ല. പിന്നെ 2008ഉം 2025 നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ലല്ലോ. കാരണം 2008 ഭരിക്കുന്നത് UPA ആണ്, 2025 ഭരിക്കുന്നത് NDA സർക്കാരാണ്. NDA സർക്കാർ എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അടിക്ക് തിരിച്ചടി കൊടുത്തു തന്നെയാണ് പോകുന്നത്. അത് സൈനികരുടെ 40 CRPF ജവാന്മാരുടെ ചോരയ്ക്ക് കണക്ക് തീർത്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊരു തിരിച്ചടി ഉണ്ടാകും എന്ന് നരേന്ദ്രമോദി പറയുന്നു എന്നത് അത് എടുത്തു കാണേണ്ടത് തന്നെയാണ്. ബീഹാറിൽ ഇന്ന് 2 മിനിറ്റ് മൗനം ആചരിച്ച് ഈ ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിനൊപ്പം ചേർന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് മിട്ടിമേ മിലാദേങ്കെ എന്നാണ്. തിരിച്ചു കൊടുത്തിരിക്കും. ആ വാക്കുകൾ അത് ഒരു രാജ്യത്തിന് ഒരു ഭരണാധികാരി കൊടുക്കേണ്ട ഉറപ്പാണ്. അയൽ രാജ്യത്ത് നിന്ന് ഭീകരവാദികൾ സ്ഥിരമായി നുഴഞ്ഞു കയറുകയും സ്ഥിരമായി അവിടെ അശാന്തി പടർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇനി എത്ര കാലം നമുക്ക് നോക്കി നിൽക്കാൻ കഴിയും എന്ന ഒരു ചോദ്യം അവിടെ ഉണ്ട്. ഇന്ത്യക്കാരായ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലേക്ക് ഈ ഭീകരവാദം കടത്തിവിടുന്ന പാകിസ്ഥാന് ഒരു നല്ല മറുപടി കൊടുക്കണം എന്നത് തന്നെയാണ്. അത് രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആവശ്യവും അതുപോലെ തന്നെ അവരുടെ അഭിപ്രായവും അതുതന്നെയാണ്. അത് കൃത്യമായി മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്കിലേക്ക് ഇന്ത്യ കടന്നത്. സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചു എന്നത് യുദ്ധകാലത്ത് പോലും ചെയ്യാത്ത ഒരു കാര്യമാണ്. അതിലേക്ക് എത്തിയതോ ആ തീരുമാനത്തിലേക്ക് എത്താനും അധിക സമയമെടുത്തില്ല. ഒരുപാട് അങ്ങനെ ആലോചിച്ച് ഇരിക്കുകയൊന്നുമല്ല ചെയ്തത്. കൃത്യമായി എന്താണ് ചെയ്യേണ്ടത്, ടാക്ടിക്കൽ മൂവ് ആദ്യം എന്ത് ചെയ്യണം എന്നുള്ളത്, യുദ്ധപ്രഖ്യാപനം വരും എന്നൊക്കെ കാത്തിരുന്നവർക്ക് മുന്നിലേക്ക് വന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതടക്കമുള്ള പ്രധാനപ്പെട്ട 5 തീരുമാനങ്ങളാണ് ഇന്നലെ രാത്രിയിൽ മുന്നിലേക്ക് എത്തുന്നത്. ഈ ഏത് സാഹചര്യവും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്, ഒന്നിനെക്കുറിച്ചും ബോധേഡല്ല എന്നതുകൊണ്ടാണ് ഈ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്ന തീരുമാനത്തിലേക്ക് പോയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ആ കരാർ പൂർണ്ണമായും റദ്ദാക്കാൻ ഇന്ത്യക്ക് കഴിയില്ല, അല്ല എങ്കിൽ വെള്ളം പൂർണ്ണമായും അവിടേക്ക് എത്തുന്നത് നിർത്തിവെക്കാൻ കഴിയില്ല. അതൊക്കെ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അവിടെ ഒരു വരൾച്ചയുണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ മുന്നറിയിപ്പുകൾ നൽകാത്തതിലൂടെ ഇന്ത്യക്ക് കഴിയുമെന്നുള്ളതാണ് ഈ കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 80% വെള്ളം വെറുതെ അങ്ങ് കൊടുക്കുകയല്ല, കൃത്യമായി ഓവർഫ്ലോ ഉണ്ടോ അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അറിയിപ്പുകൾ കൊടുക്കേണ്ടത് ഇന്ത്യയാണ്. കാരണം ഇന്ത്യയുടെ ഭാഗത്താണ് അതിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി നിൽക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കം വേണോ വരൾച്ച വേണോ എന്നുള്ളത് ഇന്ത്യ തീരുമാനിക്കുമെന്ന സാഹചര്യമാണ്. അപ്പോൾ പഞ്ചാബിൽ, പാക് അധീന പഞ്ചാബിൽ അവിടെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ജലം അങ്ങ് എത്തണം. വെള്ളം കിട്ടാതെ വരൾച്ച, ഭക്ഷ്യക്ഷാമം തുടങ്ങി പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ ഈ അപ്പുറത്തെ രാജ്യത്ത് പോയി, ഇന്ത്യയിൽ പോയി ആക്രമണം നടത്തുന്ന ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിനെതിരെ തിരിയും. അതാണ് അവസാനമായി സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ BLA-യുടെ, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടേതടക്കം നീക്കങ്ങൾ എങ്ങനെയാണ് എന്നത് നമ്മൾ കണ്ടതാണ്. ബലൂജിൽ അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം നടന്ന വെളിച്ചമേന്തിക്കൊണ്ടുള്ള പ്രകടനം എന്തിനു വേണ്ടിയായിരുന്നു? ഭാരതീയരായ കൊല്ലപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടി അനുശോചനം അറിയിച്ചുകൊണ്ട് നടക്കുന്ന ആ പ്രകടനം, അത് പാകിസ്ഥാൻ സർക്കാരിനെതിരെയുള്ള പ്രകടനമായിട്ടാണ് അവർ കാണേണ്ടത്. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം ഒന്നാകെ ആ രാജ്യത്തിൻ്റെ വികാരമായി ഈ ആക്രമണത്തെ ഏറ്റെടുത്തുകൊണ്ട് അധികൃതരെടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കും. സർവകക്ഷി യോഗത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. ഇവിടെ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് UN-ലടക്കം ലോകവേദികളിൽ വിവിധ ഫോറങ്ങളിലൊക്കെ ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്ന് തെളിയിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു ആക്രമണം ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ നടത്തിവെച്ചിരിക്കുന്നത്. അതിൽ അവർക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല. ഇനിയിപ്പോൾ അതിന് തെളിവെവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് കൃത്യമായി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ എത്തിയത് എന്നത് വ്യക്തമാക്കാൻ പറ്റുന്ന തെളിവുകൾ അത് സൈന്യത്തിന് ലഭിക്കാൻ ഉള്ള സാഹചര്യം ഒരുങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ആ ആക്രമണം നടത്തിയ ആളുകളെ ഇതുവരെ അവരെ വെടിവെച്ചിട്ടില്ല, ഒരു എൻകൗണ്ടറിൽ അവരെ കൊലപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷേ പാകിസ്ഥാൻ സൈന്യം എവിടേക്കാണോ അവരെ വിന്യസിച്ചത് അവിടെ അവരെ കോർഡൺ ചെയ്ത് ഇതിനകം തന്നെ വെച്ചിട്ടുമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇവിടെ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടത്, അതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. സൈന്യത്തെയല്ല, കശ്മീരികളെയല്ല, വിനോദസഞ്ചാരികളെയാണ്. കേരളത്തിൽ നിന്നടക്കം കശ്മീരിലേക്ക് പോയി കശ്മീരിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക്, അവിടുത്തെ ടൂറിസത്തിന് ഉണർവ് നൽകാൻ, അവിടെയുള്ള ആളുകളിലേക്ക് സമ്പത്തെത്തുന്ന ഒരു പ്രക്രിയ തകർക്കാനാണ്, ആ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് ഈ ഭീകരർ ശ്രമിച്ചത് എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഈ സീസണിൽ ദിവസവും 10,000-ഓളം ആളുകൾ എത്തിച്ചേരുന്ന ബൈസാലൻ പുൽമേട്, ആ മിനി സ്വിറ്റ്സർലാൻഡ് ആക്രമിച്ചത് വിനോദസഞ്ചാരം അവിടെ തടയുന്നതിന് വേണ്ടിയാണ്. ഇനി സഞ്ചാരികൾ അവിടേക്ക് വരരുത്, കശ്മീരികൾ ഒരു പണിയുമില്ലാതെ കാശില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴേക്കും ഈ ഭീകരർ കൊടുക്കുന്ന കാശും വാങ്ങി ഈ ഭീകരതയിലേക്ക് ആകർഷകരായി റിക്രൂട്ട്മെന്റ് നടത്താൻ കഴിയുന്ന പഴയ കശ്മീരിലേക്ക് തിരിച്ചു പോകണം. അതാണ് പാകിസ്ഥാന്റെ ആവശ്യം. അതിനുവേണ്ടിയാണ് ഈ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടത്.
കേട്ടത്. ഇവിടെ ഇപ്പോൾ അമിത്ഷാ രാഷ്ട്രപതിയെ കണ്ട് സാഹചര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മന്ത്രിതല കൂടിക്കാഴ്ചകൾ, ആലോചനകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ്? ഇത് രാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെവിടെ പോയി ഒളിച്ചാലും, അതിപ്പോൾ പാകിസ്ഥാനിലുള്ള ഈ ഭീകരർക്ക് പാകിസ്ഥാനിൽ തന്നെ അഭയം കൊടുത്താൽ അവിടെ പോയി തിരിച്ചടിക്കാനും തയ്യാറാണ്. അഥവാ ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലേക്ക് ഇവർക്ക് പോകാനുള്ള സാധ്യത ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി അവരെ സഹായിച്ചവരെ അടക്കം ഏറ്റുമുട്ടലിലൂടെ ആയാലും തീർത്തിരിക്കും എന്നുള്ള ഒരു വാക്കാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നൽകുന്നത്. ഇപ്പോൾ ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നേരെ ബൈസാരണിലേക്ക് എത്തുകയാണ്. നാളെ ശ്രീനഗറിലേക്ക് ആദ്യം എത്തും, അതിനുശേഷം ബൈസാരണിലേക്ക് ദ്വിവേദി എത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയോടുകൂടി നോക്കുമ്പോൾ കണ്ടത് പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അണ്ടർ മെയിൻ്റനൻസ് എന്ന ടാഗിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് പൂർണ്ണമായും തകർച്ചയിലേക്ക് പാകിസ്ഥാൻ പോയി തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഈ നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്ക് ചെറുക്കാൻ പാകിസ്ഥാന് എന്തുണ്ട് കയ്യിൽ? അതാണ് ഇപ്പോൾ ഈ ആളുകളെ ഒരുക്കിവിടുന്ന ഇസ്ലാമിസ്റ്റ് ഐഡിയോളജി പറഞ്ഞ് ഒരാഴ്ച മുമ്പ് പ്രസംഗം നടത്തിയ പാകിസ്ഥാന്റെ ആർമി ചീഫ് ജനറൽ അസിം മുനീറൊക്കെ ആലോചിക്കേണ്ടത്. തിരിച്ചടിക്കാൻ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നതാണ് പാകിസ്ഥാൻ ആദ്യം ആലോചിക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാക് വ്യോമപാത ഉപയോഗിക്കാൻ അനുമതിയില്ല. ഇപ്പോൾ നമ്മുടെ എയർലൈൻസ് ഒക്കെ മറ്റ് റൂട്ട്സിലൂടെ ഇത് റീഷെഡ്യൂൾ ചെയ്യാൻ പോകുന്നു എന്നുള്ള അഡ്വൈസറീസ് ഇറക്കി കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയിലേക്കും ഒക്കെ പോകേണ്ടവർക്ക് റൂട്ട് മാറ്റിക്കൊണ്ടുള്ള റീഷെഡ്യൂളിംഗിലേക്ക് അവരൊക്കെ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ എന്ത് ചെയ്താലും ഇതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകും. വിസ മരവിപ്പ്, വ്യാപാര ബന്ധം അവസാനിപ്പിക്കൽ, ഇന്ത്യക്ക് എന്ത് പറ്റാനാണ്? ഇന്ത്യക്ക് ഒന്നും പറ്റാൻ പോകുന്നില്ല. പാകിസ്ഥാനാണ് ഇനി പറ്റാൻ പോകുന്നത്. കോവിഡിന് ശേഷം പാകിസ്ഥാന്റെ അവസ്ഥ എന്താണ്? പട്ടിണി രാജ്യമാണ്. 50 വർഷം മുൻപ് സൗത്ത് ഏഷ്യയിലെ റിച്ചസ്റ്റ് കൺട്രി ആയിരുന്നു പാകിസ്ഥാൻ. ഇപ്പോൾ പട്ടിണി രാജ്യമാണ്. പട്ടിണിയും പരിവട്ടവുമായിട്ട് കടമെടുത്ത് മുടിയുകയാണ്. ഇപ്പോൾ ഈ 2025 സാമ്പത്തിക വർഷത്തിൽ ചൈനയും മറ്റ് രാജ്യങ്ങളും ഒക്കെ കൊടുത്ത കടം തിരിച്ചടയ്ക്കേണ്ടത് $22 ബില്യൺ. അങ്ങനെ കടത്തിന്മേൽ കടമായി നിൽക്കുന്ന പാകിസ്ഥാൻ എന്തെടുത്തിട്ടാണ് ഇന്ത്യയെ തിരിച്ചടിക്കാൻ പോകുന്നത് എന്നതാണ് ചോദിക്കേണ്ടത്. എന്തായാലും ഇക്കാര്യത്തിൽ ഞാൻ നോക്കുന്നത് എത്ര ദൂരം, ഹൗ ഫാർ വി വിൽ ഗോ എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് നോക്കുന്നത്. കാരണം നയതന്ത്ര തലത്തിൽ ഇപ്പോൾ ഈ ജലയുദ്ധം എന്ന് പാകിസ്ഥാൻ ടേം ചെയ്യുന്ന സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കം ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ തന്നെ പാകിസ്ഥാൻ ഞെട്ടിയിരിക്കുകയാണ്. ഇനി ഇതിനപ്പുറം അവർക്ക് താങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സാമ്പത്തികാവസ്ഥ വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പാകിസ്ഥാൻ തിരിച്ചടിക്കാനായി ഇപ്പോൾ മിസൈൽ പരീക്ഷണം അടക്കം നടത്തിക്കൊണ്ട് തിരിച്ചടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാന്റെ അവസാനമായിരിക്കും. POK കൂടി ഇങ്ങോട്ട് പോരുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. Meet the editors.